2 കിലോ ബീഫ് കൊണ്ട് ഒരു അടിപൊളി തവ ഉണ്ടാക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിനെ കുക്കറിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ സ്പൈസസ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായ വെള്ളം, ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, എന്നാലും നമുക്ക് ആവശ്യമായ, അതായത് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം വേവിച്ചതിന് ശേഷം മറ്റേ അടുപ്പിൽ ഒരു ചീനച്ചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ, അത് നല്ലവണ്ണം ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് കുറച്ചായിട്ട് ബീഫ് ഇട്ടെടുക്കുക. അതിനുശേഷം നല്ലവണ്ണം മൂടി വെച്ച് വേവിക്കുക. ഓവർ വേവിക്കണം, കാരണം ഓൾറെഡി വേവിച്ച ബീഫാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നല്ലവണ്ണം ബീഫ് വെന്തെന്ന് ഉറപ്പായതിനു ശേഷം ബീഫ് കോരിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് തവ ഫ്രൈയിലേക്ക് ആവശ്യമായുള്ള സാധനം, അതായത് 2 സവോള, 1 തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, പച്ചമുളക് ആവശ്യത്തിന് നിങ്ങളെ എരിവ് അനുസരിച്ചിട്ടോ. ഞാൻ 2 പച്ചമുളക് എടുത്തത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചത് ഞാൻ എന്താക്കി, ആ ഫ്രൈ ചെയ്ത പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കോരി വെച്ച ബീഫാണത്. എന്നിട്ട് എന്താക്കുക, നമുക്ക് ആ മസാലയ്ക്ക് റെഡി ആയിട്ടുള്ള സാധനങ്ങൾ നല്ലവണ്ണം എന്താക്കുക, ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം എന്താക്കുക, മൂടി വെക്കുക. മൂടി വെച്ചാൽ എന്താണ്, കുറച്ചും കൂടി വേഗത്തിൽ ഇത് ബ്രൗൺ കളറാവും. പിന്നെ നമ്മൾ മാക്സിമം കൈകൊണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കാൻ നോക്കുക. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും. നമ്മൾ ഇങ്ങനെ മിക്സാക്കി കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഏത് ഫുഡിനായാലും ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കത് എന്താക്കുക, അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനൊരു 3 മിനിറ്റാട്ടോ അടച്ച് വെച്ചത്. ഇതിലേക്ക് പിന്നെ ചില്ലി ഫ്ലക്സ്, നമ്മൾ ചുവന്ന മുളക് ഒരു 5 എണ്ണം മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എന്തായാലും എരിവിനനുസരിച്ചിട്ട് 3 സ്പൂണ് 5 എണ്ണം അടിച്ചതാണ് ചേർത്തത്. ഇതെന്താക്കുക, ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഒന്ന് നല്ലോണം മൂടി തുറന്ന് മിക്സ് ആക്കിയതിന് ശേഷം ടൊമാറ്റോ സോസ് ഇല്ല, നമ്മളെ ടൊമാറ്റോ സോസ് ഓരോരുത്തരെ ഇതിനനുസരിച്ചിട്ടോ. ഞാൻ 1 കയ്യിലാണ് ചേർത്തെടുത്തത്. 1 കയ്യിൽ ടൊമാറ്റോ സോസ് ഇതാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ബീഫ് എന്താക്കുക, ഇതിലേക്ക് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് ഒന്നായിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കുക, ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് വേവിച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ബീഫ് റെഡി ആക്കുക. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.